നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തൊഴിലില്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും ജോലി സംബന്ധമായ ദുരിതങ്ങൾ മാറാനും തൊഴിൽ രംഗത്തെ അല്ലെങ്കിൽ കർമ്മരംഗത്തെ വിഷമങ്ങളും ദുരിതങ്ങളും പരിഹരിക്കുവാനും കഠിനമായി പരിശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ ഹനുമാൻ സ്വാമിയെ ഉപാസിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാകുന്നതാണ്. കരുത്തിൻ്റെയും അലിവിൻ്റെയും ശ്രീരാമഭക്തിയുടെയും പ്രതീകമായ ആഞ്ജനേയ സ്വാമിക്ക് ഏറെ പ്രിയങ്കരമായ വെറ്റിലമാല വഴിപാടാണ് ഇതിനായി സമർപ്പിക്കേണ്ടത്. കാര്യസിദ്ധി ആഗ്രഹിക്കുന്നവരുടെ വയസ്സ് എത്രയാണോ അത്രയും വെറ്റില കൊണ്ട് മാലയുണ്ടാക്കി എല്ലാ ശനിയാഴ്ചകളിലും ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കേണ്ടതാണ്. ശ്രീരാമദേവനെയും ഹനുമാൻ സ്വാമിയെയും നന്നായി സ്മരിച്ചു പ്രാർത്ഥിച്ചു വേണം ഹനുമാൻ സന്നിധിയിൽ വെറ്റിലമാല കെട്ടി സമർപ്പിക്കേണ്ടത്. മാല കെട്ടാൻ അറിയാമെങ്കിൽ സ്വയം നിങ്ങൾ തന്നെ കെട്ടി സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 7 ശനിയാഴ്ച ഇങ്ങനെ ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാകുന്നതാണ്. 7 ആഴ്ചയ്ക്കകം നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ അവർക്ക് തടസ്സങ്ങൾ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആ തടസ്സങ്ങൾ കൂടി മാറി കാര്യസിദ്ധിക്ക് 12, 21, 41 ശനിയാഴ്ചകളിൽ ഇതേപോലെ വെറ്റിലമാല സമർപ്പിച്ച് ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നിശ്ചയദാർഢ്യം, ബുദ്ധി, ബലം, വീര്യം, യശസ്, ധൈര്യം, വിശ്വസ്തത, ഭക്തി, വിജയം എന്നിവയുടെ പ്രതീകമായ ഹനുമാൻ സ്വാമിയെ നന്നായി മനസ്സിൽ സങ്കല്പിച്ച് ഒരു വ്യാഴാഴ്ച തുടങ്ങി എല്ലാ ദിവസവും രാവിലെ 11 തവണ ഇനി പറയുന്ന മന്ത്രം ചൊല്ലി നോക്കൂ. നിങ്ങൾ ആഗ്രഹിച്ച ജോലി ഉറപ്പായും ലഭിക്കുന്നതാണ്. ജോലി, പ്രമോഷൻ, നേത്രരോഗങ്ങൾ എന്നിവ മാറാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ഇനി അതിശക്തിയാർന്ന ഹനുമത് മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ശ്രീരാമജയം എന്ന് ജപിച്ച ശേഷം പതിവായി ഓം ഹം ഹനുമതേ നമഃ എന്ന ആഞ്ജനേയ മൂലമന്ത്രം ജപിക്കുകയാണ് തൊഴിൽ സംബന്ധമായ വിഷമങ്ങൾ മാറാനും നല്ല ജോലി ലഭിക്കുവാനും മറ്റൊരു മാർഗം. ഇനി ഭഗവാന്റെ മൂലമന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ഹം ഹനുമതേ നമഃ ഇതാണ് ഭഗവാന്റെ മൂലമന്ത്രം. ഈ ജപത്തിലൂടെ ജോലിക്കുള്ള ആഗ്രഹം തീവ്രമാകും. നമുക്ക് തീക്ഷ്ണമായ ആഗ്രഹമുണ്ടെങ്കിൽ താമസം വിന അഭീഷ്ടസിദ്ധിയിലേക്ക് അത് നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ച ജോലി ഇതിലൂടെ ലഭിക്കുന്നതുമാണ്. തൊഴിൽ രംഗത്ത് കഷ്ടപ്പെടുന്നവരുടെ ദുരിതങ്ങൾ പൂർണ്ണമായും ഇതിലൂടെ ഇല്ലാതാകുന്നതാണ്. ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നതിനോടൊപ്പം തൊഴിൽ സംബന്ധമായ സകല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ്. ഇതുകൂടാതെ തൊഴിലിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഹനുമത് ഭജനത്തിലൂടെ വന്നു ചേരുന്നതാണ്. ഇനി ഹനുമത് മൂലമന്ത്രം മത്സ്യമാംസാദികൾ ത്യജിച്ച് ബ്രഹ്മചര്യം പാലിച്ച് വ്രതനിഷ്ഠയോടെ നിത്യേന രാവിലെയും വൈകിട്ടും 28 തവണ വീതം 28 ദിവസം തുടർച്ചയായി ജപിക്കുന്നതും നല്ലതാണ്. ബുധൻ, ശനി ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിച്ച് ജപം തുടങ്ങാവുന്നതാണ്. ഇനി ഹനുമാൻ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും ഉത്തമമാണ്. പുലവാലായ്മ, മാസമുറ എന്നിവ ഉള്ള സമയത്ത് ഒരു കാരണവശാലും ഈ മന്ത്രം ചൊല്ലുവാൻ പാടില്ല. പീരിയഡ്സ് ടൈമോ അല്ലെങ്കിൽ പുലവാലായ്മുള്ള ഒരു സമയവും കഴിഞ്ഞ് നിങ്ങൾക്ക് തുടർന്ന് ചൊല്ലാവുന്നതാണ്. ഇനി മക്കൾ നന്നായി പഠിക്കുന്നില്ല എങ്കിൽ പഠനത്തിൽ പിന്നോട്ടാണ്. അതുകൂടാതെ കുട്ടികൾക്ക് ഓർമ്മശക്തിയില്ല, പഠിക്കുന്നതൊന്നും തന്നെ ഓർത്തു വയ്ക്കുവാനോ അല്ലെങ്കിൽ പരീക്ഷാ സമയത്ത് മറന്നു പോകുകയോ ചെയ്യുന്നവരാണെങ്കിൽ 9 വെറ്റില കൊണ്ട് മാല കെട്ടി അത് ഭഗവാന് ചാർത്താവുന്നതാണ്. ഹനുമാൻ സ്വാമിയെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ പഠനത്തിലുള്ള കുട്ടികളുടെ മടിയും അലസതയും പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല ഓർമ്മശക്തി വർദ്ധിക്കുകയും വളരെ ഗൗരവത്തോടുകൂടി പഠിക്കുവാൻ ആരംഭിക്കുന്നതുമാണ്. ഇതുകൂടാതെ മക്കൾക്ക് സ്ഥിരമായി ഒരു ജോലിയില്ല അല്ലെങ്കിൽ കാരണമൊന്നുമില്ലാതെ കുടുംബത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന കലഹങ്ങൾ, കൂടാതെ ഒന്നുമാറി ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുക, ക്ഷേത്രത്തിൽ പോകാൻ പോലും തടസ്സങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ പൂജ ചെയ്യുവാനുള്ള തടസ്സങ്ങൾ എല്ലാം ഒരുക്കി വെച്ചിട്ടും ഏതെങ്കിലും ഒരു കാരണത്താൽ ചെയ്യാൻ ഉദ്ദേശിച്ച പൂജകൾ അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്യാതെ വരിക, ഇതിനെല്ലാം ഉപരി മനസ്സിന് എന്തെന്നില്ലാത്ത വിഷമങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോഴും 11 വെറ്റില മാലയായി കെട്ടി അത് ഭഗവാന് ചാർത്താവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും
വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി വീട്ടിൽ പണവരവ് വർദ്ധിക്കണം, സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകണം, വിവാഹ തടസ്സങ്ങൾ മാറണം, വീട്ടിൽ വിവാഹം പോലെയുള്ള മംഗളകരമായ കാര്യങ്ങൾ നടക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ 21 വെറ്റിലയോടൊപ്പം പാക്കുകൂടി ചേർത്ത് മാലയായി കെട്ടി ഹനുമാൻ സ്വാമിക്ക് ചാർത്താവുന്നതാണ്. ഇത് ഹനുമാൻ സ്വാമിക്കേറെ വിശേഷപ്പെട്ട വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസമോ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതുകൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധിത, രോഗങ്ങൾ, വിവാഹ തടസ്സം, പഠിപ്പിൽ തടസ്സങ്ങൾ കൂടാതെ കുടുംബത്തിലുണ്ടാകുന്ന ഏതു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ മാറണം. ഇനി കുടുംബത്തിൽ സന്തോഷവും മനസമാധാനവുമില്ല. എന്ത് ചെയ്താലാണ് ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നത്? ഇങ്ങനെ കരുതി വിഷമിക്കുന്നവർ ശനിയാഴ്ച ദിവസം 108 വെറ്റില കൊണ്ട് മാല കെട്ടി ഹനുമാൻ സ്വാമിക്ക് ചാർത്തുക. ഇനി വളരെ പെട്ടെന്ന് ഫലം ലഭിക്കണമെങ്കിൽ ഭഗവാന് വെറ്റില മാല ചാർത്തി തുടർച്ചയായ 21 ദിവസം ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി 11 തവണ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക. തുടർച്ചയായ 21 ദിവസമോ അല്ലെങ്കിൽ 21 ശനിയാഴ്ച ദിവസമോ 108 വെറ്റിലകളാൽ ഭഗവാന് മാല കെട്ടി ചാർത്തി ശേഷം 11 തവണ ഈ രീതിയിൽ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക. ഈ ഒരു വഴിപാട് കുടുംബത്തിലുള്ള എല്ലാവരും ചേർത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഏതു പ്രശ്നമാണോ തീരാനുള്ളത് അല്ലെങ്കിൽ ഏത് ആഗ്രഹമാണോ സാധിക്കാനുള്ളത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 11 തവണ പ്രദക്ഷിണം വെക്കുമ്പോഴും റാം റാം എന്ന മന്ത്രം ചൊല്ലി ഹനുമാൻ സ്വാമിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുവാൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 21 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതു പ്രശ്നമാണോ തീരാനുള്ളത് ആ പ്രശ്നത്തിനൊരു പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ ഹനുമാൻ സ്വാമി കാട്ടിത്തരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥനയോടുകൂടി മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഭഗവാന് വെറ്റിലമാല സമർപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെത്ര വലുതാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെത്ര വലുതാണെങ്കിലും അത് മിന്നൽ വേഗത്തിൽ ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. ഇനി നിങ്ങളുടെ വീടിനടുത്ത് ഹനുമാൻ ക്ഷേത്രമില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയിലും വെറ്റിലമാല കെട്ടിച്ചാർത്താവുന്നതാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർ ഭക്തിയോടുകൂടി ഭഗവാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് ഭഗവാന് വെറ്റിലമാല ചാർത്തി ഒരു നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ എത്ര നടക്കാത്ത ആഗ്രഹങ്ങളും നടക്കുന്നതാണ്. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.